സോ വെൽക്കം ബാക്ക്. 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 5G ഫോൺസ്. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് 4 ഫോൺസാണ് ഇൻക്ലൂഡ് ഉള്ളത്. 4 ബ്രാൻഡ് 4 ഫോൺസ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ പൊസിഷൻ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. 4 ഫോൺസ് പറയുന്നുണ്ട്. സോ ഇതിൽ ആദ്യം പറഞ്ഞ ഫോൺ എന്ന് പറഞ്ഞാൽ വിവോയുടെ T3 ലൈറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ റീബ്രാൻഡ് ആയിട്ടുള്ള ഐക്യൂയുടെ Z9 ലൈറ്റ്. ഇതിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. കാണാൻ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഈ ഒരു 10,000 രൂപയുടെ ഫോണാണ് ആരും പറയില്ല. ഒരു 20,000 രൂപയുടെ ഒക്കെ ഫോൺസിൻ്റെ ഡിസൈൻ പാറ്റേൺ ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. 6.56 ഇഞ്ചിൻ്റെ ഒരു HD+ 90 ഹെർട്സിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ചിനകത്താണ് സെൽഫി ക്യാമറ വരുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ബാക്കി എല്ലാ ഫോണിലും പഞ്ച് ഹോൾ വരുന്ന സമയത്ത് ഇതിന് ഇപ്പോഴും നോച്ച് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സോ അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 MBയുടെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു 2 MBയുടെ ഒരു ഡെപ്ത് സെൻസർ റിയറിൽ കൊടുത്തിട്ടുണ്ട്. 8 MBയുടെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇനി പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekൻ്റെ Dimensity 6300 എന്ന പ്രോസറാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. Android 14 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ വരുന്നത്. ഇതിൻ്റെ പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 10,499 ആയിട്ടാണ് വരുന്നത്. സോ 10,000 രൂപ റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡീസൻറ്റ് ഫോണാണ് ഈ ഒരു വിവോടും ഐക്യൂയുടെ ഫോൺ എന്ന് പറയുന്നത്. വിവോ ഫോൺ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഐക്യൂ ആണെങ്കിൽ ആമസോണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട, ഏത് ബ്രാൻഡ് ഫോണാണ് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് അത് പോയി എടുക്കാവുന്നതാണ്. രണ്ടും സെയിം തന്നെയാണ്. ഇനി ഈ ലിസ്റ്റിലെ അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോളയുടെ മോട്ടോ G45 5G. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ പറയുകയാണെങ്കിൽ വീഗൻ ലെതർ ആയിട്ടാണ് വരുന്നത്. മോട്ടോറോള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒട്ടുമിക്ക എല്ലാ ഫോണിലും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ആ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. സോ കാണാൻ തിരക്കേടുന്നില്ല, ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വിത്ത് 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഫുൾ HD ഒന്നും തന്നെ വരുന്നില്ല. ഇനി ക്യാമറ വൈസിലേക്ക് വന്ന് 15 MBയുടെ പ്രൈമറി ക്യാമറ വരുന്നത്. 2 MBയുടെ ഒരു ഡെപ്ത് സെൻസർ റിയറിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ആണെങ്കിൽ 16 MBയുടെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. നോർമലി ഒരു 10,000 രൂപ റേഞ്ചിലൊക്കെ തന്നെ 8 MB 5 MB ആ ക്യാമറ മെഗാപിക്സലാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 16 MB കൊടുക്കുന്നുണ്ട്. സോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ദെൻ പെർഫോമൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ Qualcomm Snapdragonൻ്റെ 6S Gen 3 എന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റ്, ഈ ഒരു പ്രൈസ് റേഞ്ച് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്കോർ എന്ന് പറയുന്നത് 4,15,000 എബോ ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ പഴയ ആ ഒരു 695 തന്നെയാണ്. എന്നാൽ പോലും പുതിയ രീതിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. Android 14 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. 1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും മോട്ടറോള ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 10,999 ആയിട്ടാണ് വരുന്നത്. സോ 10,000 രൂപ റേഞ്ചിലൊരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് പ്ലസ് നല്ല ബിൽഡ് ക്വാളിറ്റിയും സോ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള UI കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോട്ടോറോളയുടെ ഈ ഒരു G45 5G എന്ന് പറയുന്നത് അത്യാവശ്യം എന്തൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്തത് എന്ന് പറയുന്ന ഒരു പോക്കോയുടെ ഫോണാണ്. പോക്കോയുടെ M6 Pro 5G. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്ലാസ് ബിൽഡാണ് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കോ വീഗൻ ലെതറോ നല്ല വരുന്നത് ഗ്ലാസിൻ്റെ ബിൽഡ് കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോൺ, ഒരു ഇൻഹാൻഡ് ഫീലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ എന്തായാലും കിട്ടുന്നതായിരിക്കും. ദെൻ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 6.79 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നത്. സോ ഫുൾ HD ഡിസ്പ്ലേ ഇവിടെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 2 ഫോണും HD ആയിരുന്നു, ഇവിടത്തേക്ക് വരുമ്പോൾ ഫുൾ HD വരുന്നത്. സോ ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ക്യാമറയിലേക്ക് വന്ന് 15 MBയുടെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് ക്യാമറ വരുന്നുണ്ട്. 8 MBയുടെ ആണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. സോ ഡീസൻറ്റ് ക്യാമറ സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ Qualcomm Snapdragonൻ്റെ 4 Gen 2 എന്ന പ്രോസറാണ് വരുന്നത്. അത്യാവശ്യം ഒരു ഡീസൻറ്റ് നല്ലൊരു പെർഫോമൻസ് ഒക്കെ തരുന്ന ചിപ്സെറ്റ് തന്നെയാണ്, മോശമൊന്നും പറയാനില്ല. Android 14 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇൻ ദ ബോക്സ് തന്നെ വരുന്നത്. ഇതിൻ്റെ പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 9,999 ആയിട്ടാണ് വരുന്നത്. സോ 10,000 രൂപ റേഞ്ചിൽ ഒരു പോക്കോയുടെ ഫോൺ, ഒരു ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ബാക്കി എല്ലാ രീതിയിലും ഒരു ബെസ്റ്റ് ഒരു അങ്ങനെ ഫുൾ HD ഡിസ്പ്ലേ, ബെറ്റർ ആയ ഡിസ്പ്ലേ വരുന്നുണ്ട്. സോ എല്ലാ രീതിയിലും ഒരു കൊള്ളാവുന്ന നല്ലൊരു ഫോൺ തന്നെയാണ്. ഇനി അടുത്തൊരു ഫൈനൽ ആയിട്ടുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ ഫോണാണ്. റിയൽമിയുടെ നാസോ 70X 5G എന്ന ഫോണാണ്.
ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. നോർമലി റിയൽമി ഫോണൊക്കെ കാണാറുള്ള ആ ഒരു സർക്കിൾ ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് ഇതിനും വരുന്നത്. ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ 6.72 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. സോ ഫുൾ HDയും വരുന്നുണ്ട്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. സോ ഇത് രണ്ടും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ തന്നെ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു ഓക്സിലറി ലെൻസ് കൊടുത്തിട്ടുണ്ട്. 8 MB ആണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. പെർഫോമൻസ് ആയിട്ടാണ് തന്നെ മിയാടെക്കിൻ്റെ Dimensity 6100 എന്ന പ്രോസറാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തന്നെ ഇതിൽ കിട്ടുന്നതായിരിക്കും. പിന്നീട് ആൻഡ്രോയിഡ് 14 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. സോ ഈ പറഞ്ഞ 3 ഫോണിലും ഈ ഒരു 20 വാട്ട് 15 വാട്ട് ആ റേഞ്ചൊക്കെ ആയിരുന്നു വേണം. പക്ഷേ ഇവിടത്തേക്ക് വരുമ്പോൾ നമുക്ക് 45 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് വരുന്നു. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസാണ് 10,999 ആയിട്ടാണ് വരുന്നത്. സോ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിലൊരു ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന് പറയാനുള്ളത് റിയൽമിയുടെ നാർസോ 70X തന്നെയാണ്. ഇതിലാണെങ്കിൽ നമുക്ക് ഫുൾ HD 120 ഹെർട്സ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, എല്ലാ രീതിയിലും ഒരു ബെസ്റ്റ് തന്നെയാണ്. സോ പെർഫോമൻസ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മോട്ടറോള G45 5G നോക്കാവുന്നതാണ്. നല്ല പെർഫോമൻസ് ഒക്കെ തന്നെ അതിൽ കിട്ടുന്നുണ്ട്. സോ ഈ 4 ഫോൺസും ബെറ്റർ തന്നെയാണ്. നിങ്ങൾക്ക് ഏതെടുത്താലും നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും വരാനില്ല. സോ ഇത് കൂടാതെ തന്നെ വേറെയും ഒരുപാട് ബ്രാൻഡ് ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഈ 4 അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫോണായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.